ഹായ് ഗൈസ്, രാവിലെ തന്നെ അമ്മ ഭയങ്കര ബിസി ആയിട്ടോ. കണ്ടക്ടർ കൊടുക്കാൻ ചില്ലറ അപ്പിക്കൊണ്ടിരിക്കുക. ദൈവമേ, വന്നിരുന്ന സ്ഥലം പേച്ച് പോയല്ലോ. ഇപ്പൊ 1.5 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണല്ലേ ഈശ്വരാ. അല്ലെങ്കിൽ നമുക്കൊരു ഭാഗ്യമല്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നമ്മൾ പോണ സ്ഥലം എന്തായാലും കുറച്ച് കഴിക്കുമ്പോൾ കണ്ടറിയാം. ഒരു പഴഞ്ചൊല്ലില്ല, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. ഞാൻ ഇവിടെ കാല് നൂർത്താൻ പറ്റാണ്ട് വേദനിച്ചിരിക്കുമ്പോൾ ഒരാൾ അവിടെ നല്ല ഷോർട്സ് ഇരുന്ന് കാണില്ല. വേദന അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് പടപടാന്നടി. നമ്മൾ മലപ്പുറത്ത് ഒരു ചായ ചായ ഞങ്ങളെപ്പോൾ മലപ്പുറത്തിന് വന്നാൽ ഈ ബേക്കറിയിലാട്ടെ സാധാരണ കയറാറ്. ചായ കുടിച്ചിറങ്ങി. അപ്പം ഞാൻ അടുത്ത ബസ് കയറണം. അടുത്ത ബസ് വരട്ടെ. അവിടെ എത്തിയിട്ട് ഞാൻ എന്തിനാ പോകണമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമുക്ക് പോകേണ്ട ബസ് വന്നിട്ടോ. സ്കൂൾ ടൈം ആയതുകൊണ്ട് ഈ ബസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോട്ട് തിരക്കോട് തിരക്കുണ്ട്. പൊന്നു മോനെ, ഇതാ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ പൊളിഞ്ഞു പോയ സ്ഥലമല്ലേ, ഇതാട്ടോ ഗൈസ്. നമ്മളിപ്പോൾ മലപ്പുറത്ത് കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനാണ് അമ്മയുടെ ശിങ്കിടി. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരും. ഇവിടെ എന്താ കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്ന് പോകാനുണ്ട്. അപ്പോൾ അത് അവിടെ എത്തിയിട്ട് അത് കാണിച്ചു തരാം. ഇവിടേക്കാണ് അമ്മ പോകണം. അപ്പോൾ അമ്മ പോയി. അപ്പോൾ ഇനി ഒരു 1.5-2 മണിക്കൂർ ഞാൻ ഇവിടെ ഫുള്ള് പോസ്റ്റ് ആവും. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. നല്ല വ്യൂ ആണ്. പിന്നെ അവിടെ റോഡ് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ പോസ്റ്ററൊന്നും ഇല്ല. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തിരിക്കും, റീൽസ് കണ്ടിരിക്കും. അങ്ങനെ ഞാനിവിടെ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇനി അമ്മ വന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന തുടങ്ങിയിട്ട് ഭ്രാന്ത് തന്നെ ഉണ്ട്. അപ്പോഴാണ് അവിടെ എന്തോ പാടത്ത് പണിയെടുക്കണമുണ്ട് കണ്ടോ. അപ്പം അങ്ങോട്ടൊന്ന് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ പാടത്ത് പണിയെടുക്കണം. ഇപ്പോഴത്തെ അധികം ആൾക്കാർ പാടത്ത് പണിയൊന്നും കാണില്ല, ഫുള്ള് മൊബൈലിലല്ലേ. അത് ഒരു അനുഭവമായിരിക്കും. ഓ നൈസ്. അവിടെ ദൂരെ ട്രാക്ടറും ഉണ്ട് കേട്ടോ ഗൈസ്. വേറൊരു കാര്യം, ഇപ്പം ഈ ഞാറ് നടാനൊക്കെ ബംഗാളിമാരാ തോന്നുന്നു. അത് വന്ന് 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 ഇപ്പം എല്ലാ പണിയും ബംഗാളിമാരുണ്ടോ. പണ്ട് ഇങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ എന്നിട്ട് ഇങ്ങനെ കുറേ പരിപാടിക്ക് നിന്നില്ലേ. അവർ നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ. ഇതിപ്പോൾ മൊത്തം ഭായിമാര് കൈയടക്കി. ഇതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതൊക്കെ ഭായിമാരാണ്. നമ്മളെ ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ. ഇപ്പം എല്ലാത്തിനും അങ്ങ് ആസാമത്തെ ആൾക്കാരുണ്ട് ഇവിടെ. എന്ത് ചെയ്യാനല്ലേ. ഇവിടെ നല്ല വ്യൂ ആട്ടോ. എന്ത് രസമാണ് കാണാൻ, നല്ല ബ്യൂട്ടിഫുൾ. പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ, ആ ട്രാക്ടറിൻ്റെ അങ്ങോട്ട്. പക്ഷെ അങ്ങോട്ടുള്ള വഴി എനിക്കറിയില്ല. ഈ കറക്റ്റ് ഇതട്ടോ തലപ്പേര് മാതാട്. അപ്പോൾ ഇനിയിപ്പം ഇവിടെ കാണാനൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് റോഡ് പണിയുടെ അങ്ങോട്ട് പോയാൽ നല്ല രസമായിരിക്കും. പക്ഷേ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വല്ലൊക്കെ ചടപ്പാം. ഞാൻ കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് കണ്ടു നിൽക്കട്ടെ കേട്ടോ. ഇവർ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും ജീവിക്കും. പക്ഷേ തമ്പാക്കോ ഹാൻസോ ഈ സംഭവം ഇല്ലാണ്ട് ഇവര് ജീവിക്കൂല. അപ്പൊ ശരിക്കും പോട്ടെ കേട്ടോ. ടാറ്റ ഗൈസ്. അങ്ങനെ അമ്മ പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ നേരെ മലപ്പുറത്തേക്ക് ബസ് കയറിയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക്. അപ്പം ഇനി മലപ്പുറത്ത് എത്തിയിട്ട് കാണണോ അതോ ബസ് വന്നിട്ട് കാണണോന്ന് എന്തെങ്കിലും നമുക്ക് ഇഷ്ടം മരിച്ചു. ബസ് കണ്ടതും ചാടി കയറി. പിന്നെയാണ് ഇയാൾ എവിടെ കണ്ടു പരിചയമുണ്ടല്ലോ. സംഗതി എന്താ, രാവിലെ കയറിയ ബസ് തന്നെ കിട്ടി. ഇതിൻ്റെ ഒരു ഡെഡിക്കേഷന്. ഉറങ്ങുമ്പോൾ പോലും ബ്ലോഗാ. സംഭവം എന്താ വെച്ചാൽ അറിയാണ്ട് ഉറങ്ങിയതാണ് സംഗതി. ഈ പോക്ക് കാണുമ്പോൾ ഊഹിക്കാലോ എന്തിനായിരിക്കും എന്ന്. അപ്പം നമ്മൾ സ്ഥിരം ഫുഡ് കഴിക്കൽ ഇവിടെയാണ്. ഇവിടുത്തെ ബിരിയാണി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. പിന്നെ എനിക്കിവിടെ ഒരു നിർബന്ധമുണ്ട്. ഞാൻ എപ്പോഴും ചെന്നാലും പപ്പടം എനിക്ക് എടുത്തു തരും. ഫുഡ് കഴിച്ചിറങ്ങി. മറ്റേ പാലക്കാടുള്ള ബസ് വെയിറ്റിംഗ് ആണ്. കൊടും വെയില. ഇവിടെ
കയറുന്നത്. ബസ് വരട്ടെ. കൈസ് അപ്പോൾ വീട്ടിലോട്ട് ഇതാ വന്ന് കയറിയേ ഉള്ളൂ. അപ്പം ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഉറങ്ങണം. രാവിലെ 5 മണി 5:30 ആ ടൈമിലൊക്കെ എണീറ്റതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഫട്ടാഫട്ടായിട്ട് സാധനം കിട്ടും. അപ്പോൾ ടാറ്റ.